ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മൽസരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേऽത്ര കൃതിഭിः ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യ ഇമാ പുരോ വിഭുഃ നിർമ്മായ ചേതേയതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ.
ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധത്തിലെ 56-ാം അധ്യായം സ്യമന്തകോപാഖ്യാനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ 2 വിവാഹങ്ങൾ, ജാമ്പവതി, സത്യഭാമ. അതിൽ ജാമ്പവതി വിവാഹ ഭാഗം വരെ വായിച്ചു. ഇനി അടുത്തത് സത്യഭാമ വിവാഹത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യം വായിക്കാം. വായിച്ചിട്ട് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ षट्पञ्चाशत्तमोऽध्यायः. श्रीशुक उवाच. सत्राजिदस्वतनयां कृष्णाय कृतकिल्बिषः स्यमन्दकेन मणिना स्वयमुद्यम्य दत्तवान्. राजोवाच. सत्राजिदः किमकरोत् ब्रह्मन् कृष्णस्य किल्बिषम् स्यमन्दकः कुतस्तस्य कस्मात् दत्ता सुता हरेः. श्रीशुक उवाच. आसीत् सत्राजिदः सूर्यो भक्तस्य परमः सखा प्रीतस्तस्मै मणिं प्रादात् सूर्यस्तुष्टः स्यमन्दकम् सतं बिभ्रन्मणिं कण्ठे भ्राजमानो यदा रविः प्रविष्टो द्वारकां राजन् तेजसा नोपलक्षितः तं विलोक्य जना दूराद् तेजसा मुष्टदृष्टयः दीव्यतेक्षैर्भगवते सशंसु सूर्यसङ्गिताः. नारायण नमस्तेस्तु शङ्खचक्रगदाधरा दामोदरारविन्दाक्ष गोविन्दाय यदुनन्दन. एष आयादि सविता त्वां दिदृक्षुर्जगत्पते मुष्णन् गभस्ति चक्रेण नृणां चक्षूंषि दिग्मगुः. धन्वन्निच्छन्ति ते मार्गं त्रिलोक्यां विबुधर्षभाः ज्ञात्वाद्यगूढं यदुषु द्रष्टुं त्वां यात्यजः प्रभो. श्रीशुक उवाच. निशम्य बालवचनं प्रहस्याम्बुजलोचनः प्राहनासौरविर्देवः सत्राजित्मणिना ज्वलन्. सत्राजित् स्वगृहं श्रीमत्कृतकौतुकमङ्गलम् प्रविश्य देवसदने मणिं विप्रैर्निवेशयत्. दिने दिने स्वर्णभारान् अष्टौ ससृजति प्रभो दुर्भिक्षमार्यरिष्टानि सर्पादिव्याधयो शुभाः. न सन्धिमायिनस्तत्र यत्रास्ते अभ्यर्थितो मणिः स याचितो मणिं क्वापि यदुराजाय शौरिणा नैवार्तकामुगप्रादाद्याज्ञाभङ्गमतर्कयन्. तमेकदा मणिं कण्ठे प्रतिमुच्य महाप्रभं प्रसेनो हयमारुह्य मृगयां व्यचरद्वने. प्रसेनं सहयं हत्वा मणिमाच्छिद्य केसरी गिरिं विसञ्जाम्बवदा निहतो मणिमिच्छता. सोऽपि चक्रे कुमारस्य मणिं क्रीडनकं विले अपश्यन् भ्रातरं भ्राता सत्राजित्पर्यतप्यत. प्रायः कृष्णेन निहतो मणिग्रीवो वनं गतः भ्राता ममेदि तच्छ्रुत्वा कर्णे कर्णे अजपञ्जनाः. भगवान् तदुपसृत्य दुर्यशो लिप्तमात्मनि मार्ष्टुं प्रसेनपदवीम् अन्वपद्यत नागरैः. हतं प्रसेनमश्वं च वीक्ष्य केसरिणा वने तं चाद्रिपृष्ठे निहतं ऋक्षेण ददृशुर्जनाः. ऋक्षराजबिलं भीमम् अन्धेन तमसावृतम् एको विवेश भगवान् अवस्थाप्य बहिस्प्रजाः.
തത്ര ദൃഷ്ട്വാ മണിശ്രേഷ്ഠം ബാലക്രീഡനകം കൃതം ഹർത്തും കൃതമതിസ്തസ്മിൻ അവതസ്തർഭഗാന്ധികേ തം അപൂർവം നരം ദൃഷ്ട്വാ ധാത്രീ ചുക്രോശഭീതവത് തത്ശ്രുത്വാഭ്യദ്രവത് ക്രുദ്ധോ ജാംബവാൻ ബലിനാംബരഃ സ വൈ ഭഗവതാ തേന യുയുധേ സ്വാമിനാത്മനഃ പുരുഷം പ്രാകൃതം മത്വാ കുപിതോ മാനുഭാവവിത് ദ്വന്ദ്വയുദ്ധം സുതുമുലം ഉഭയോർവിജിഗീഷതോഃ ആയുധാസ്മദ്രുമൈർദോർഭിഃ പ്രവ്യാർത്തേശ്യനയോരിവ ആസീത്തദഷ്ടാവിംശാഹം ഇതരേതരമുഷ്ടിഭിഃ വജ്രനിഷ്പേഷപരുഷൈഃ അവിശ്രമം അഹർനിശം കൃഷ്ണമുഷ്ടിവിനിഷ്പാദനിഷ്പിഷ്ടാംഗോരുബന്ധനഃ ക്ഷീണസത്വഃ സ്വിന്നഗാത്രഃ തമാഹാദീവ വിസ്മിതഃ ജാനേ ത്വാം സർവഭൂതാനാം പ്രാണഃ ഓജഃ സഹോബലം വിഷ്ണും പുരാണപുരുഷം പ്രഭവിഷ്ണുമധീശ്വരം ത്വം ഹി വിശ്വസൃജാം സ്രഷ്ടാ സൃജ്യാനാമപി യച്ഛ സത് കാലകലയതാമീശഃ പര ആത്മാ തദാത്മനാം യസ്യേഷ ദുഃഖലിതരോഷകടാക്ഷമോക്ഷൈഃ വത്മാദിശക്ഷുഭിതനക്രതിമിംഗിലോബ്ധിഃ സേതുകൃതസ്വയേശ ഉജ്ജ്വലിതാചലങ്കാ രക്ഷശിരാംസി ഭുവി പേതുരിഷുക്ഷതാനി ഇതി വിജ്ഞാതവിജ്ഞാനം വൃക്ഷരാജാനമച്യുതഃ വ്യാജഹാര മഹാരാജ ഭഗവാൻ ദേവകീസുതഃ അഭിമൃശ്യാരവിന്ദക്ഷഃ പാണിനാ ശങ്കരേണ തം കൃപയാ പരയാ ഭക്തം പ്രേമഗംഭീരയാ ഗിരാ മണിഹേതോരിഹ പ്രാപ്താ വയം വൃക്ഷപതേ ബിലം മിഥ്യാഭിശാപം പ്രമൃജൻ ആത്മനോ മണിനാമുനാ ഇത്യുക്ത സ്വാം ഗുഹിതരം കന്യാം ജാംബവതിം മുദാ അർഹണാർത്ഥം സമണിനാ കൃഷ്ണായോപജഹാരഃ അദൃഷ്ട്വാ നിർഗമം ശൗരേഃ പ്രവിഷ്ടസ്യ ബിലം ജനാഃ പ്രതീക്ഷ്യ ദ്വാദശാഹാനി ദുഃഖിതാ സ്വപുരം യയുഃ നിശമ്യ ദേവകീ ദേവീ രുക്മിണ്യാനകദുന്ദുഭിഃ സുഹൃദോ ജ്ഞാതയോ ശോചൻ ബിലാ കൃഷ്ണം അനിർഗതം സത്രാജിതം ശപന്തസ്തേ ദുഃഖിതാ ദ്വാരകൗകസഃ ഉപതസ്തുരു മഹാമായാം ദുർഗാം കൃഷ്ണോപലബ്ധയേ തേഷാം തു ദേവ്യുപസ്ഥാനാത് പ്രത്യാദിഷ്ടാശിഷാസ ച പ്രാദുർബഭൂവ സിദ്ധാർത്ഥഃ സദാരോ ഹർഷയൻ ഹരിഃ ഉപലഭ്യ ഹൃഷീകേശമൃതം പുനരിവാഗതം സഹ പത്ന്യാ മണിഗ്രീവം സർവേ ജാതമഹോത്സവാഃ സത്രാജിതം സമാഹൂയ സഭായാം രാജസന്നിധൗ പ്രാപ്തിം ചാഖ്യായ ഭഗവാൻ മണിം തസ്മൈ നിവേദയത് സ ചാതിവ്രീഡിതോ രത്നം ഗൃഹീത്വാ വാങ്മുഖസ്തതഃ അനുതപ്യമാനോ ഭവനം അഗമത്സ്വേന പാത്മനാ സോനുധ്യായൻ തദേവാഘം ബലവദ്വിഗ്രഹാകുലഃ കഥം മൃജാമ്യാത്മരജഃ പ്രസീദേദ്വാച്യുതഃ കഥം കിം കൃത്വാ സാധു മഹ്യം സ്യാദ് ന ശപേദ്വാചനോ യഥാ അദീർഘദർശനം ക്ഷുദ്രം മൂഢം ദ്രവിണലോലുപം ദാസ്യേ ദുഹിതരം തസ്മൈ സ്ത്രീരത്നം രത്നമേവ ച ഉപായോയം സമീചീനഃ തസ്യ ശാന്തിർന ചാന്യഥാ ഏവം വ്യവസിതോ ബുദ്ധ്യാ സത്രാജിത് സ്വസുതാം ശുഭാം മണിം ച സ്വയമുദ്യമ്യ കൃഷ്ണായോപജഹാരഃ താം സത്യഭാമാം ഭഗവാനുപയേമേ യഥാ വിധി ബഹുഭിർയാചിതാം ശീലരൂപൗദാര്യഗുണാന്വിതാം ഭഗവാനാഹ ന മണിം പ്രതീക്ഷാമോ വയം നൃപ തവാസ്താം ദേവഭക്തസ്യ വയം ച ബലഭാഗിനഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ സ്യമന്തഗോപാഖ്യാനം നാമ षट्पञ्चाशत्तमोऽध्यायः. सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द. नारायणाखिल गुरो भगवन् नमस्ते. नारायणाखिल गुरो भगवन् नमस्ते.
നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ഒരിക്കൽ കൂടെ സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സ്യമന്തകോപാഖ്യാനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്രാജിത്തിന് സൂര്യൻ കൊടുത്തതായിട്ടുള്ള ആ സ്യമന്തകമണി ഭഗവാൻ രാജാവിന് വേണ്ടി ചോദിച്ചപ്പോൾ കൊടുക്കാതിരുന്നു. പിന്നീട് അതേ മണി തന്നെ പ്രസേനൻ എന്ന സത്രാജിത്തിൻ്റെ അനുജൻ കഴുത്തിൽ കെട്ടി നായാട്ടിന് പോയപ്പോൾ പിന്നീട് തിരിച്ചു വന്നില്ല ആള്. സത്രാജിത്ത് കൃഷ്ണനെ ശങ്കിച്ചുകൊണ്ട് എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ അത് നാട്ടിൽ പാട്ടായി. കൃഷ്ണൻ തൻ്റെ അപകീർത്തിയെ ദൂരീകരിക്കാനായിക്കൊണ്ട് കുറച്ച് പൗരജനങ്ങളുമായി അന്വേഷണത്തിനായി ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ പ്രസേനൻ നായാട്ടിന് പോയതായിട്ടുള്ള വഴിയിലൂടെ ചെന്നപ്പോൾ ഒരു സിംഹത്താൽ ആക്രമിച്ച് കൊല്ലപ്പെട്ട പ്രസേനനെയും കുതിരയെയും കണ്ടു. ആ സിംഹം പിന്നീട് ഒരു പർവ്വതത്തിലേക്ക് കയറിയിരിക്കുന്നു. അവിടെ സിംഹം കൊല്ലപ്പെട്ടിരിക്കുന്നു ഒരു കരടിയാൽ. പിന്നീട് അന്വേഷിച്ച് ആ കരടിയുടെ വഴിയിലെ പോയപ്പോൾ ഒരു വലിയ ഗുഹ, ഇരുളടഞ്ഞ ഗുഹയിലേക്ക് എത്തിച്ചേർന്നു. ബാക്കി കൂടെ വന്നവരെയെല്ലാം പുറത്തു നിർത്തി ഭഗവാൻ അകത്തേക്ക് പ്രവേശിച്ചു. അവിടെ ഒരു കുട്ടിയുടെ കയ്യിൽ കളിക്കാൻ കൊടുത്തിരിക്കുന്നു ഈ മണി. ഭഗവാൻ അടുത്ത് ചെന്ന് നിന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ധാത്രി നിലവിളിച്ചു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത അപരിചിതനായിട്ടുള്ള ഒരു മനുഷ്യനെ കണ്ടപ്പോൾ. അപ്പോഴേക്കും ക്രോധത്തോടുകൂടെ നമ്മുടെ ജാമ്പവാൻ പാഞ്ഞു വന്നു. വന്നപാടെ ഈ വന്നിരിക്കുന്ന അപരിചിതനെ അടി തുടങ്ങി. അപ്പോൾ ഭഗവാനും തിരിച്ചടിച്ചു. അങ്ങനെ ഗംഭീരമായിട്ടുള്ള യുദ്ധം 28 ദിവസം നീണ്ടു നിന്നു എന്ന് പറഞ്ഞു. ആസീത് തദഷ്ടാവിംശാഹം ഇതരേതര മുഷ്ടിഭി വജ്രനിഷ്പേഷ പരുഷൈഹി അവിശ്രമം അഹർനിശം. വിശ്രമം കൂടാതെ പകലും രാത്രിയും തുടർച്ചയായിട്ട് 28 ദിവസം എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും അതുപോലെ മുഷ്ടിയും എല്ലാം പ്രയോഗിച്ചുകൊണ്ട് അങ്ങനെ ഭഗവാന്റെ അടികൊണ്ട് ചതഞ്ഞ ശരീരത്തോടു കൂടിയവനായിട്ടുള്ള ജാമ്പവാൻ ശക്തിയെല്ലാം ക്ഷയിച്ച് വിയർത്ത് കുളിച്ച് അത്യന്ത വിസ്മയത്തോടുകൂടെ ഇങ്ങനെ പറഞ്ഞു. ജാനേ ത്വാം സർവഭൂതാനാം പ്രാണ ഓജസ്സഹോ ബലം വിഷ്ണും പുരാണപുരുഷം പ്രഭവിഷ്ണുമധീശ്വരം. ഞാൻ മനസ്സിലാക്കുന്നു അങ്ങ് സർവഭൂതങ്ങളുടെയും പ്രാണനും ഓജസ്സും സഹസ്സും ബലവുമാകുന്നു. അങ്ങ് തന്നെയാകുന്നു പുരാണപുരുഷനായ വിഷ്ണു. പ്രഭവിഷ്ണുവാകുന്നു അങ്ങ്, അധീശ്വരനാകുന്നു. ത്വം ഹി വിശ്വസൃജാം സ്രഷ്ട സൃജ്യാനാമപിയച്ച സത് കാലക്കലയതാമീശഃ പര ആത്മാ തദാത്മനാം. അങ്ങ് തന്നെയാണ് വിശ്വസൃഷ്ടാക്കളെയെല്ലാം സൃഷ്ടിക്കുന്നവനും സൃഷ്ടിക്കാനുള്ളവയുടെ സത്തായിരിക്കുന്നവനും എല്ലാറ്റിനെയും കൂട്ടിച്ചേർക്കുന്ന കാലമായിരിക്കുന്നവനും എല്ലാ ജീവാത്മാക്കളുടെയും ആത്മാവായി പരമാത്മാവായിരിക്കുന്നവനും എല്ലാം അങ്ങ് തന്നെയാകുന്നു. ആ അങ്ങ് തന്നെയാണ് ശ്രീരാമസ്വാമിയായി പണ്ട് കോപിച്ച കടക്കൺ കൊണ്ട് സമുദ്രത്തെ നോക്കിയപ്പോൾ ആ സമുദ്രത്തിലെ തിമിംഗിലങ്ങളും സ്രാവുകളും മറ്റ് ജലജന്തുക്കളെല്ലാം പേടിച്ച് വിറച്ച് കലങ്ങി മറിഞ്ഞ് പിന്നീട് ആ ജലദേവൻ തന്നെ വരുണൻ തന്നെ വന്ന് വഴി കൊടുത്തതും അതിനുശേഷം അവിടെ സേതുബന്ധനം ചെയ്തതും ഭഗവാന്റെ യശസ്സായി ശ്രീരാമസ്വാമിയുടെ യശസ്സിന്റെ സ്വരൂപമായി ആ സേതു ഇന്നും നിലനിൽക്കുന്നു. ആ സേതുബന്ധനം ചെയ്തതും ലങ്കയെ ജ്വലിപ്പിച്ചതും രാക്ഷസന്മാരുടെ ശിരസ് ഭഗവാന്റെ തന്നെ ഇഷുക്ഷതങ്ങളായി പതിച്ചതും. അപ്പോൾ ആ ഭഗവാൻ തന്നെയാണ് അങ്ങ് എന്ന് ശ്രീരാമനായി ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിച്ചു. അങ്ങനെ തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് സാക്ഷാൽ
മഹാവിഷ്ണു തന്നെയാണ്, നാരായണൻ തന്നെയാണ്, ശ്രീരാമൻ തന്നെയാണ് ശ്രീകൃഷ്ണ രൂപത്തിൽ നിൽക്കുന്നത് എന്നറിഞ്ഞ ആ ജാംബവാനോട് ഭഗവാൻ താൻ വന്ന കാര്യം പറഞ്ഞു. തൻ്റെ കൈകൊണ്ട് ജാംബവാനെ തലോടി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വേദനയെല്ലാം മാറി. ഭഗവാൻ പറഞ്ഞു, മണിഹേതോ റിഹപ്രാപ്ത വയം വൃക്ഷപതേ ബിലം. ഞാൻ മണിക്ക് വേണ്ടിയിട്ടാണ് അങ്ങയുടെ ഈ ഗുഹയിലേക്ക് വന്നിരിക്കുന്നത്. മിഥ്യാഭിശാപം പ്രമൃജന് ആത്മനോ മണിനാമുന. ഈ മണി കൊണ്ട്, ഈ രത്നം കൊണ്ടുണ്ടായിട്ടുള്ള ചീത്തപ്പേര്, തെറ്റായൊരു തെറ്റിദ്ധാരണ എൻ്റെ നേർക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനെ കഴുകിക്കളയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞതോടുകൂടിയിട്ട് ഇത്യുക്ത സ്വാം ദുഹിതരം കന്യാം ജാംബവതീം മുദാ അർഹണാർത്ഥം സമണിന കൃഷ്ണായോപജഹാരഃ. ഇങ്ങനെ പറഞ്ഞതായിട്ടുള്ള സമയത്ത് ആ ജാംബവാൻ തൻ്റെ പുത്രിയായ ജാംബവതിയെയും ഈ മണിയോടുകൂടെ കൃഷ്ണായ ഉപജഹാരഃ, കൃഷ്ണനായിക്കൊണ്ട് ഉപഹാരം ചെയ്തു, ഭഗവാന് സമ്മാനിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ താൻ പോയ ദൗത്യം, മണി വീണ്ടെടുക്കാൻ പോയതായിട്ടുള്ള ഭഗവാൻ ആ രത്നം വീണ്ടെടുത്തു എന്ന് മാത്രമല്ല, തന്നെ തന്നെ കാത്തിരിക്കുന്നവളായ ജാംബവതിയെയും സ്വീകരിച്ചു. ആ ജാംബവതി രാമാവതാരത്തിൽ രാമനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതാണ് ജാംബവാൻ. അപ്പോൾ ആ എന്താ പറയുക, ആഗ്രഹം പോലെ തന്നെ രാമൻ തന്നെയായ കൃഷ്ണൻ ഇപ്പോഴിതാ ജാംബവതിയെ വിവാഹം കഴിച്ചു എന്നുള്ളതായിട്ടുള്ള കഥ പറഞ്ഞു. ഇനി തുടർന്ന് ദ്വാരകയിൽ മറ്റെന്തെല്ലാം നടക്കുന്നു, സത്രാജിത്ത് എന്തു ചെയ്യുന്നു, സത്യഭാമയെ എങ്ങനെയാണ് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്, ഈ വക കാര്യങ്ങളാണ് തുടർന്നുള്ള ഭാഗം. അദൃഷ്ട്വാ നിർഗമം ശൗരേഃ പ്രവിഷ്ടസ്യ ബിലം ജനാഃ പ്രതീക്ഷ്യ ദ്വാദശാഹാനി ദുഃഖിതാ സ്വപുരം യയുഃ. അദൃഷ്ട്വാ നിർഗമം ശൗരേഃ പ്രവിഷ്ടസ്യ ബിലം ജനാഃ പ്രതീക്ഷ്യ ദ്വാദശാഹാനി ദുഃഖിതാ സ്വപുരം യയുഃ. അപ്പോ ഭഗവാൻ പൗരജനങ്ങളുമായിട്ട് വന്നിട്ടാണ് ഈ ഗുഹയിലേക്ക് കയറിപ്പോയത് എന്ന് പറഞ്ഞു. കൂടെ വന്ന ജനങ്ങളെല്ലാം പുറത്തു നിർത്തിയിരുന്നു. അവരെന്ത് ചെയ്തു? ഭഗവാൻ ഇവിടെ 28 ദിവസമാണ് ജാംബവാനുമായിട്ട് യുദ്ധം ചെയ്തത്. അത്രയും ദിവസം കാത്തു നിന്നില്ല അവര്. അതാണ് ഇവിടെ പറയുന്നത്, ബിലം പ്രവിഷ്ടസ്യ ശൗരേഹേ നിർഗമം അദൃഷ്ട്വാ. ശൗരി എന്ത് ചെയ്തിരുന്നു? ബിലം പ്രവിഷ്ടനായിരുന്നു. ഗുഹയിലേക്ക് പ്രവേശിച്ചവനായ ശൗരിയുടെ നിർഗമം അദൃഷ്ട്വ, നിർഗമം പുറത്തേക്കുള്ള വരവ് അദൃഷ്ട്വ കാണാതെ. അപ്പൊ ഭഗവാൻ കുറെ ദിവസമായി അകത്തേക്ക് പോയിട്ട് ഇനിയും തിരിച്ചു വരുന്നില്ല എന്ന് കാണാതെ ദ്വാദശ അഹാനി പ്രതീക്ഷ്യ. ഇവർക്ക് ക്ഷമ എത്രേ ഉണ്ടായുള്ളൂ? ദ്വാദശ അഹാനി, പൗരന്മാര് 12 ദിവസങ്ങൾ 12 ദിവസങ്ങൾ പ്രതീക്ഷ്യ ആ ഗുഹയ്ക്ക് പുറത്ത് കാത്തു നിന്നിട്ട് ദുഃഖിതാഹ ജനാഹ സ്വപുരം യയുഹു. ദുഃഖിതരായ ആ ജനങ്ങൾ സ്വപുരത്തിലേക്ക് യാനം ചെയ്തു. അവർക്കാർക്കും ആ ഗുഹയ്ക്കകത്ത് കയറാനുള്ള ധൈര്യമൊന്നും തോന്നിയില്ല എന്ന് പറയുക. അത്രയും വലിയ ഗഹനമായിട്ടുള്ള ഗുഹയായിരിക്കും തീർച്ച. അപ്പം അതുകൊണ്ടാണ് അവരാരും അതിൽ കയറാൻ തയ്യാറായില്ല, അന്വേഷിക്കാൻ നോക്കിയില്ല. 12 ദിവസം കാത്തു നിന്നു, ഭഗവാൻ തിരിച്ചു വന്നില്ല. അവർക്ക് മനസ്സിലായി ആപത്ത് പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. കാരണം ആ സിംഹത്തെ കൊന്ന ഒരാളുടെ അടുത്തേക്കാണ് ഭഗവാൻ പോയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു മോശക്കാരൻ്റെ അടുത്തേക്കല്ല പോയിരിക്കണം, സിംഹത്തേക്കാൾ പരാക്രമിയായിട്ടുള്ള ഏതോ ഒരു കരടിയോ എന്തോ ഒരു ജന്തുവിൻ്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ പണി കഴിഞ്ഞു എന്ന് അവർ നിരൂപിച്ചു. 12 ദിവസമായിട്ടും തിരിച്ചു വരില്ല എന്ന് കണ്ടപ്പോൾ ഭഗവാനെ ആ ജന്തു കൊന്നു കാണും എന്ന് പറഞ്ഞ് ദുഃഖിതരായിട്ട് തിരിച്ച് ദ്വാരകയിലേക്ക് ചെന്നു. എല്ലാവരും ആ വർത്തമാനം പറയുകയും ചെയ്തു. ഇതെങ്ങനെയൊക്കെ ഉണ്ടായിട്ടോ, കൃഷ്ണനല്ല കുറ്റക്കാരൻ, ഞങ്ങൾക്കത് ബോധ്യമായി. ഞങ്ങൾ അന്വേഷിച്ച് ചെന്നപ്പോൾ
പ്രസേനനെയും കുതിരയെയും ഒരു സിംഹം കൊന്നിരിക്കുന്നത് കണ്ടു. പിന്നീട് ഞങ്ങൾ അന്വേഷിച്ച് ചെന്നപ്പോൾ ആ സിംഹത്തെ ഒരു കരടി കൊന്നിരിക്കുന്നത് കണ്ടു. അങ്ങനെ ഞങ്ങൾ ആ കരടിയുടെ ഗുഹയുടെ അടുത്തേക്കാണ് ചെന്നത്. ആ കരടിയുടെ ഗുഹയിലേക്കാണ് കൃഷ്ണൻ ചെന്നത്. ഒറ്റയ്ക്ക് ചെന്നു. ഞങ്ങൾ പോണ്ടെന്നൊക്കെ പറഞ്ഞതാ. പക്ഷേ കൃഷ്ണൻ ചെന്നു, തിരിച്ചു വന്നില്ല. 12 ദിവസം ഞങ്ങൾ കാത്തുനിന്നു, തിരിച്ചു വന്നില്ല. അവിടെ ആപത്ത് പിണഞ്ഞു കാണും, കൃഷ്ണന് മരണം സംഭവിച്ചു കാണും എന്നൊക്കെയുള്ള ചിന്തകളാണ് അവർക്കുണ്ടായത്. അവരത് പറഞ്ഞു നാട്ടിൽ വന്നിട്ട് സ്വപുരം ചെയ്യും. അപ്പം എന്തായാലും എല്ലാവർക്കും കൃഷ്ണന്റെ നേരെ എന്താ പറയുക, കുറ്റബോധം തോന്നി. ഞങ്ങൾ സത്യമറിയാതെ കൃഷ്ണനെ തെറ്റിദ്ധരിച്ചുവല്ലോ, നമ്മളെല്ലാം കൂടി കൃഷ്ണനെ ചീത്തപ്പേരുണ്ടാക്കിയത് കൊണ്ടല്ലേ ഇപ്പൊ കൃഷ്ണന് അപകടമുണ്ടായത് എന്നെല്ലാം അവർ പരസ്പരം പറഞ്ഞു കാണും. അവർ വിഷമിച്ച് കാണും, പശ്ചാത്തപിച്ച് കാണും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നിശമ്യ ദേവകീ ദേവി രുക്മിണീ ആനഗതുന്തുഭിഃ സുഹൃദോ ജ്ഞാതയോ അശോചൻ വിലാദ് കൃഷ്ണം അനിർഗതം. നിശമ്യ ദേവകീ ദേവി രുക്മിണീ ആനഗതുന്തുഭിഃ സുഹൃദോ ജ്ഞാതയോ അശോചൻ ബിലാദ് കൃഷ്ണം അനിർഗതം. ബിലാദ് കൃഷ്ണം അനിർഗതം നിശമ്യ. ബിലത്തിൽ നിന്ന്, മാളത്തിൽ നിന്ന് കൃഷ്ണൻ അനിർഗതം, നിർഗമിക്കാത്തവനായിട്ട്, മടങ്ങി വരാത്തവനായിട്ട് നിശമ്യ കേട്ടിട്ട് ദേവകീദേവി രുക്മിണി ആനഗതുന്തുഭിഃ സുഹൃദഃ ജ്ഞാതയഃ അശോചൻ. അശോചൻ എന്ന് പറഞ്ഞാൽ ശോചിച്ചു, എല്ലാവരും ദുഃഖിച്ചു. പാരക്ക ദേവകീദേവി അമ്മ, കൃഷ്ണന്റെ അമ്മയായ ദേവകീദേവി, ഭാര്യയായ രുക്മിണി, അച്ഛനായ ആനഗതുന്തുഭി അഥവാ വസുദേവര്, സുഹൃദഃ മറ്റ് ബന്ധുക്കള് അല്ലെങ്കിൽ കൂട്ടുകാര്, ജ്ഞാതയ ബന്ധുക്കള്, എല്ലാ തരത്തിലുള്ള ആളുകളും ദ്വാരകാവാസികൾ മുഴുവൻ കൃഷ്ണന്റെ ഈ മടങ്ങിവരവില്ല, ഗുഹയിൽ പോയത് മാത്രമേ ഉള്ളൂ, 12 ദിവസം ഞങ്ങൾ കാത്തുനിന്നു, തിരിച്ചു വന്നില്ല എന്നുള്ള വിവരം കേട്ട് എല്ലാവരും അശോചൻ, എല്ലാവരും ശോചിച്ചു, ദുഃഖിച്ചു. എല്ലാവരും സത്രാജിത്തിനെ ശപിച്ചു എന്ന് പറയണം. സത്രാജിതം ശപന്തസ്തേ ദുഃഖിതാ ദ്വാരകൗകസഃ ഉപതസ്തുർ മഹാമായാം ദുർഗാം കൃഷ്ണോപലബ്ധയേ. സത്രാജിതം ശപന്തസ്തേ ദുഃഖിതാ ദ്വാരകൗകസഃ ഉപതസ്തുർ മഹാമായാം ദുർഗാം കൃഷ്ണോപലബ്ധയേ. ദ്വാരകൗകസഃ ദ്വാരകാവാസികളായിട്ടുള്ള തേ ദുഃഖിതാഹ അവരെല്ലാവരും ദുഃഖിതരായിട്ട് സത്രാജിതം ശപന്തഃ സത്രാജിത്തിനെ ശപിക്കുന്നവരായിട്ട്. ഈ സത്രാജിത്താണ് ഇല്ലാത്ത കഥയൊക്കെ പറഞ്ഞുണ്ടാക്കിയത്. കൃഷ്ണനാണ് പ്രസേനനെ കൊന്നത് എന്ന് അറിവില്ലാതെ പറഞ്ഞു. അത് ബാക്കിയുള്ളവരെല്ലാം ഏറ്റുപാടി. എല്ലാവരും വിഡ്ഢികളാണ്, ആരും വിവേകമുള്ളവരില്ല അവിടെ. എല്ലാവരും കൃഷ്ണനെ ശങ്കിച്ചു. അതിന് കാരണക്കാരൻ സത്രാജിത്താണ്. ഈ സത്രാജിത്ത് മര്യാദയ്ക്ക് അന്നേ കൃഷ്ണൻ ചോദിച്ചപ്പോൾ ഉഗ്രസേന രാജാവിന് ആ രത്നത്തെ കൊടുത്തിരുന്നെങ്കിൽ എല്ലാവർക്കും പ്രയോജനം ഉണ്ടായേനെ. ഇതിപ്പോ എത്ര പേർക്ക് ആപത്തുകളും നാണക്കേടുകളും എന്തെല്ലാം ബുദ്ധിമുട്ടുകളും. കൃഷ്ണനടക്കം നമുക്ക് നഷ്ടപ്പെട്ടു, വലിയ നഷ്ടമാണ്. ഇങ്ങനെ പരസ്പരം എല്ലാവരും പറയുകയും സത്രാജിത്തിനെ ശപിക്കുകയും ചെയ്തു. എന്നിട്ടോ ഉപതസ്തുഹു മഹാമായാം ദുർഗാം, മഹാമായയായ ദുർഗയെ ഉപാസിച്ചു. ഉപതസ്തു ഉപസ്ഥിതി ചെയ്തു, അടുത്ത് ചെന്ന് ഭജിച്ചു എന്നർത്ഥം. അവിടുത്തെ ക്ഷേത്രത്തിൽ, ദ്വാരകയിൽ ദുർഗാ ഭഗവതി ക്ഷേത്രമുണ്ട്. അവിടെ ചെന്ന് ആ കുലദേവതാ ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു. കൃഷ്ണ ഉപലബ്ധയെ, ആ കൃഷ്ണനെ ലഭിക്കാനായിക്കൊണ്ട്, തിരിച്ചു കിട്ടാനായിക്കൊണ്ട്, എങ്ങനെയെങ്കിലും കൃഷ്ണൻ തിരിച്ചു കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് മഹാമായാം ദുർഗാം ഉപതസ്തു, മായാഭഗവതിയായ ആ ദുർഗയെ പ്രാർത്ഥിച്ചു എന്നർത്ഥം. കൃഷ്ണനെ കിട്ടണമെങ്കിൽ ദുർഗയെ പ്രാർത്ഥിക്കണം അല്ലേ? പല സന്ദർഭങ്ങളിലായി കാർത്യായനി വ്രതമായിട്ടും രുക്മിണിയുടെ പ്രാർത്ഥനയായിട്ടും ഇപ്പതാ മൂന്നാമതായിട്ട് കൃഷ്ണനെ നഷ്ടപ്പെട്ടപ്പോൾ ദുർഗയെ തന്നെ പ്രാർത്ഥിക്കുന്നു.
ഇപ്പൊ കൃഷ്ണനും ദുർഗയും തമ്മിലുള്ള ആ ഒരു ബന്ധം, ദുർഗയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ കൃഷ്ണനെ കാണാൻ കിട്ടുള്ളൂ എന്നർത്ഥം. തേഷാം തു ദേവ്യുപസ്ഥാനാത് പ്രത്യാദിഷ്ടാശിഷാ സച പ്രാദുർബഭൂവ സിദ്ധാർത്ഥഃ സദാരോ ഹർഷയൻ ഹരിഃ. തേഷാം തു ദേവ്യുപസ്ഥാനാത് പ്രത്യാദിഷ്ടാശിഷാ സച പ്രാദുർബഭൂവ സിദ്ധാർത്ഥഃ സദാരോ ഹർഷയൻ ഹരിഃ. ദേവ്യുപസ്ഥാനാത് തേഷാം പ്രത്യാദിഷ്ട ആശിഷാഃ സിദ്ധാർത്ഥഃ സദാരഃ സഹരിഃ ഹർഷയൻ പ്രാദുർബഭൂവ. ദേവ്യുപസ്ഥാനാത് തേഷാം പ്രത്യാദിഷ്ട ആശിഷാ. ദേവി ഉപസ്ഥാനം എന്ന് പറഞ്ഞാൽ ദേവിയെ ഉപാസിക്കുക. അപ്പൊ ദേവിയുടെ ഉപാസന കാരണമായിട്ട് തേഷാം ദ്വാരകൗകസാം, ആ ദ്വാരകാവാസികൾക്കെല്ലാം പ്രത്യാദിഷ്ട ആശിഷ, പ്രത്യാദേശിക്കപ്പെട്ട ആശിസ്സോടുകൂടി എന്ന് പറഞ്ഞാൽ ദേവി തന്നെ അവർക്ക് അശരീരി പോലെ ശബ്ദം ഉണ്ടാക്കി കൊടുത്തു. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഉടനെ തന്നെ ശ്രീകൃഷ്ണനെ ദർശിക്കും എന്ന് ദേവി തന്നെ അവരെ അനുഗ്രഹിച്ചു എന്നർത്ഥം. പ്രത്യാദിഷ്ട ആശിഷ, പ്രത്യാദേശിക്കപ്പെട്ട, നേരിട്ട് ഉപദേശിക്കപ്പെട്ട അനുഗ്രഹ വചസ്സുകളോടുകൂടി, ആശീർവചനങ്ങളോടുകൂടി അവർ മടങ്ങുകയാണ്. അപ്പോഴേക്കും സിദ്ധാർത്ഥഃ സദാരഃ ഹരിഃ. സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞാൽ കാര്യം സാധിച്ചവൻ, പോയ കാര്യം സിദ്ധിച്ചവൻ. എന്താണ്? സമന്തകമണി വീണ്ടെടുക്കൽ എന്ന ആ കാര്യത്തെ സാധിച്ചവനും. സദാരഃ എന്നാൽ പുതിയൊരു ഭാര്യ കൂടെയുള്ളവനായിട്ടും. പോയ പോലെയല്ല തിരിച്ചു വരുന്നത്, തിരിച്ചു വരുമ്പോൾ ഒരു ഭാര്യയും കൂടിയുണ്ട്. സദാരഃ സമേതനായിട്ട് സഹ ഹരിഹി ഹർഷയന് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നവനായിട്ട് പ്രാദുർബഭൂവ, അവിടെ പ്രാദുർഭവിച്ചു, പ്രത്യക്ഷനായി. അപ്പൊ ഇവരുടെ ദുർഗാഭജനം സഫലമായി എന്ന് പറയാം. എപ്പോഴൊക്കെ ദുർഗാഭജനം ചെയ്തു അപ്പോഴൊക്കെ ഭഗവാൻ ഉടനെ മുമ്പിൽ വന്നിട്ടുണ്ട് അല്ലേ. കാർത്യായനി വ്രതം കഴിയുമ്പോഴേക്കും ഭഗവാൻ മുമ്പിൽ വന്നു. രുക്മിണി അമ്പലത്തിൽ ചെന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോഴേക്കും ഭഗവാൻ മുമ്പിൽ വന്നു. ഇതാ ഇപ്പൊ വീണ്ടും ദുർഗാഭജനം ചെയ്തു ദുർഗ തന്നെ അനുഗ്രഹിച്ചു. അധികം താമസിയാതെ കൃഷ്ണൻ തിരിച്ചു വരുമെന്ന് അവര് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും അതാ കൃഷ്ണൻ ഭാര്യാസഹിതനായിട്ട് വന്നു. സിദ്ധാർത്ഥഃ സദാരഃ, ദാരങ്ങളോടുകൂടിയ ഹരി ഹർഷയൻ, ഇവരെല്ലാം സന്തോഷിപ്പിച്ചുകൊണ്ട് പ്രാദുർഭവിച്ചു. ഉപലഭ്യ ഹൃഷീകേശം മൃതം പുനരിവാഗതം സഹപത്ന്യാ മണിഗ്രീവം സർവേ ജാതമഹോത്സവാഃ. ഉപലഭ്യ ഹൃഷീകേശം മൃതം പുനരിവാഗതം സഹപത്ന്യാ മണിഗ്രീവം സർവേ ജാതമഹോത്സവാഃ. അപ്പൊ ഇവരെല്ലാം കൃഷ്ണൻ മരിച്ചു എന്ന് കരുതിയിരുന്നതാണ്. അതാണ് മൃതം മരിച്ചവനായ കൃഷ്ണൻ പുനഃ ആഗതം ഇവ, വീണ്ടും തിരിച്ചു വന്നതുപോലെ, മരിച്ചവൻ തിരിച്ചു വന്നതുപോലെ പത്ന്യാ സഹ മണിഗ്രീവം ഹൃഷീകേശം ഉപലഭ്യ, പുതിയൊരു പത്നിയായ ജാമ്പവതിയോടുകൂടി മണിഗ്രീവനായിട്ട്, മണിക്കണ്ഠനായിട്ട് അല്ലെ, രത്നം കണ്ഠത്തിൽ ധരിച്ചവനായിട്ട്. അപ്പൊ ഭഗവാൻ തന്നെ ആ രത്നത്തെ തന്റെ കണ്ഠത്തിൽ ധരിച്ചിരുന്നു. ആ മണി കഴുത്തിൽ ധരിച്ചവനായിട്ട് ഋഷികേശം ഉപലഭ്യ, ആ ഋഷികേശനെ കൃഷ്ണനെ കണ്ടിട്ട് സർവേ ജാതമഹോത്സവാഹ, ആ ദ്വാരകാവാസികൾക്കെല്ലാം എന്തെന്നില്ലാത്ത ആഹ്ലാദമുണ്ടായി, മഹോത്സവം ജാതമായി, സന്തോഷം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. എല്ലാവർക്കും നഷ്ടപ്പെട്ട കൃഷ്ണനെ തിരിച്ചു കിട്ടി, എല്ലാവരും ഉത്സവം പോലെ സന്തോഷമുള്ളവരായി എന്നർത്ഥം. സർവേ ജാതമഹോത്സവാഹ, ഭഗവാനെ കണ്ടപ്പോൾ. സത്രാജിതം സമാഹൂയ സഭായാം രാജസന്നിധൗ പ്രാപ്തിം ചാഖ്യായ ഭഗവാൻ മണിം തസ്മൈ നിവേദയത്. സത്രാജിതം സമാഹൂയ സഭായാം രാജസന്നിധൗ
പ്രാപ്തിം ചാഖ്യായ ഭഗവാൻ മണിം തസ്മൈ നിവേദയത്. ആ ഭഗവാൻ രാജസന്നിധൗ സഭായാം സത്രാജിതം സമാഹൂയ പ്രാപ്തിം ആഖ്യായ തസ്മൈ മണിം നിവേദയത്. ഭഗവാൻ എന്ത് ചെയ്തു? രാജസന്നിധൗ, ഉഗ്രസേന രാജാവിന്റെ സഭയിൽ വെച്ച്, സഭായാം ആ സുധർമ്മ എന്ന സഭയിൽ വെച്ച് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് തന്റെ ദുഷ്കീർത്തി അകറ്റാൻ വേണ്ടി പ്രത്യക്ഷമായി, അല്ലെ, പരസ്യമായി ഒരു ചടങ്ങ് തന്നെ വെച്ചു എന്ന് പറയാം. ഒരു ചടങ്ങ് വെച്ചിട്ടാണ് അതിൽ ഈ സമന്തകമണിയെ തിരിച്ച് ഏൽപ്പിക്കുന്നത്. വീണ്ടും കിട്ടിയ സമന്തകമണി സത്രാജിത്തിന് തന്നെ ഏൽപ്പിക്കുകയാണ്. ഇതാണ് സഭായാം രാജസന്നിധം, രാജസന്നിധിയിലെ സഭയിൽ വെച്ച് സത്രാജിതം സമാഹൂയ, സത്രാജിത്തിനെ ആഹ്വാനം ചെയ്ത് വിളിച്ചു വരുത്തിയിട്ട് പ്രാപ്തിം ച ആഖ്യായ, മണിയുടെ പ്രാപ്തിയെക്കുറിച്ച് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയാണ് കിട്ടിയത് എന്നുള്ള വിശദ വിവരങ്ങളെല്ലാം പറഞ്ഞ് ഭഗവാൻ തന്നെ മണിം തസ്മൈ നിവേദയത്, തസ്മൈ സത്രാജിതേ, ആ സത്രാജിത്തിനായിക്കൊണ്ട് മണിം നിവേദയത്, മണിയെ കൊടുത്തു. ഭഗവാൻ തനിക്ക് ഈ മണിയൊന്നും ആവശ്യമില്ല എന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് ആ മണിയെ സത്രാജിത്തിന് തന്നെ കൊടുത്തു. അപ്പൊ എന്തായി? സചാതിവ്രീഡിതോ രത്നം ഗൃഹീത്വാ വാങ്മുഖസ്തതഃ അനുതപ്യമാനോ ഭവനം അഗമത സ്വേന പാപ്മനാ. സചാതിവ്രീഡിതോ രത്നം ഗൃഹീത്വാ വാങ്മുഖസ്തതഃ അനുതപ്യമാനോ ഭവനം അഗമത സ്വേന പാപ്മനാ. അതിവ്രീഡിതഃ സഹ, ഇവിടെ സത്രാജിത്തിന് എന്തെന്നില്ലാത്ത വ്രീഡ ഉണ്ടായി. വ്രീഡ എന്നാൽ ലജ്ജ. കാരണം ഭഗവാനെ കുറ്റം പറഞ്ഞത് താനാണ്. ഭഗവാനായിരിക്കും അപഹരിച്ചിട്ടുണ്ടാവുക, അയാളെ അപഹരിക്കാൻ വഴിയുള്ളൂ എന്ന് എല്ലാവരുടെ ഉള്ളിലും സംശയം ജനിപ്പിച്ച് എല്ലാവരെ കൊണ്ടും ഭഗവാനെ കള്ളനാക്കിപ്പിച്ച ആളാണ്. അപ്പോൾ കൃഷ്ണനെ പോലെ ഒരാളെ ഇങ്ങനെ അപമാനിച്ചതിൽ, നിന്ദിച്ചതിൽ അദ്ദേഹത്തിന് ലജ്ജ തോന്നി, നാണക്കേട് തോന്നി, പശ്ചാത്താപമുണ്ടായി. അതാണ് അതിവ്രീഡിത സച, അതിലജ്ജയോടുകൂടിയവനായിട്ടുള്ള അദ്ദേഹം രത്നം ഗൃഹീത്വ അവാങ്മുഖ തതഃ, രത്നം ഗൃഹീത്വ, ഭഗവാൻ കൊടുത്തതായിട്ടുള്ള രത്നത്തെ സത്രാജിത്ത് സ്വീകരിച്ചിട്ട് തതഃ സ്വേന പാപുമന അനുതപ്യമാനഃ ഭവനം അഗമത്, തതഃ അവിടുന്ന് ഭവനം അഗമത്, ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. എങ്ങനെ പോയി? പോകുമ്പോൾ രത്നത്തോടുകൂടി മാത്രമല്ല, സ്വേന പാപുമന അനുതപ്യമാനഃ, താൻ ചെയ്ത പാപം കൊണ്ട് അനുതാപം ചെയ്യുന്നവനായിട്ട്, പശ്ചാത്താപ വിവശനായിട്ട് അർത്ഥം. അനുതാപം പശ്ചാത്താപം തന്നെയാണ്. അനു എന്നുള്ളത് പശ്ചാത് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ ഭഗവാൻ സത്രാജിത്തിന് എന്തെന്നില്ലാത്ത കുറ്റബോധവും പശ്ചാത്താപവും ഉണ്ടായി. ആ പശ്ചാത്താപത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ഗൃഹത്തിലേക്ക് പോയത് എന്നർത്ഥം. വെറുതെ ഭഗവാനെ താൻ കുറ്റം പറഞ്ഞു, ഭഗവാനാണ് കള്ളനെന്ന് താൻ അറിയാതെ പറഞ്ഞുപോയി. അപ്പൊ എന്തായാലും സ്വന്തം അപരാധം തിരിച്ചറിഞ്ഞ് സ്വേന പാപ്മന അനുതപ്യമാനഃ പശ്ചാത്തപ്യമാനഃ ഭവനം അഗമത്, ഭവനത്തിലേക്ക് പോയി. എന്നിട്ടോ ഈ പശ്ചാത്താപം എന്തെങ്കിലും ഒരു പ്രായശ്ചിത്തം കൂടി ചെയ്യാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുകയാണ്. വെറുതെ താൻ പശ്ചാത്തപിച്ചാൽ മാത്രം പോരല്ലോ, എന്തെങ്കിലും ഒരു പ്രായശ്ചിത്തം കൂടി ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് പ്രായശ്ചിത്തം ചെയ്താൽ വേണ്ട പോലെ ആവും എന്ന് ചിന്തിച്ചു. ഇപ്പൊ ഭഗവാനെയാണ് താൻ പിണക്കിയത്. ഭഗവാനെ പിണക്കിയത് മാത്രമല്ല, ഭഗവാനെ കുറിച്ച് ഇങ്ങനെ താൻ നുണ പറഞ്ഞതുകൊണ്ട് എല്ലാ ജനങ്ങളും തനിക്ക് എതിരായിരിക്കുകയാണ്. പ്രജകളെല്ലാം തൻ്റെ ശത്രുക്കളെ പോലെ ആയിരിക്കുകയാണ്. എല്ലാവർക്കും താൻ കണ്ണിലെ കരടായിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോൾ അത് മാറ്റിയെടുക്കണമെങ്കിൽ എന്താ വഴി എന്ന് ആലോചിച്ചു. എന്തു ചെയ്താൽ തനിക്ക് എല്ലാവരുടെ ഉള്ളിലും പ്രീതി ഉണ്ടാവും, താൻ ചെയ്ത തെറ്റെല്ലാവരും പൊറുക്കും, താൻ ശരിക്കും പശ്ചാത്തപിക്കുന്നുണ്ട് എന്നുള്ളത് തെളിയിക്കണം. അത് തെളിയിക്കണമെങ്കിൽ അത്രയും ഗുരുതരമായിട്ടുള്ളൊരു കാര്യം താൻ ചെയ്യണം. എന്താണ് ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റിയ ഗുരുതരമായിട്ടുള്ള കാര്യം? മുമ്പ് കൃഷ്ണനെ താൻ
വിലവയ്ക്കാതെ കൃഷ്ണനോട് ആഗ്രഹമുള്ളവളായ തൻ്റെ മകളെ സത്യഭാമയെ കൃഷ്ണന് കൊടുക്കില്ല എന്ന് തീരുമാനിച്ച് ശതധന്വാവ് എന്ന് പറയുന്ന ഒരു യാദവ പ്രമുഖന് വിവാഹം നിശ്ചയം ചെയ്തു വെച്ചിരിക്കുകയാണ്. സത്യഭാമയ്ക്ക് കൃഷ്ണനാണ് ഇഷ്ടം, കൃഷ്ണനും സത്യഭാമയെ ഇഷ്ടം തന്നെ, സമ്മതം തന്നെ. അപ്പോൾ ചിലപ്പോൾ ചോദിച്ചു കാണും കൃഷ്ണൻ, സത്യഭാമയെ എനിക്ക് തരൂ എന്ന് ചിലപ്പോൾ ചോദിച്ചു കാണും. മറ്റു ചില ഗ്രന്ഥങ്ങളിലൊക്കെ ചിലപ്പോൾ നോക്കിയാൽ കാണാം. പക്ഷേ കൃഷ്ണനോട് മത്സരബുദ്ധി ഉണ്ടായിരുന്ന, കൃഷ്ണനോട് നിന്ദാഭാവമുണ്ടായിരുന്ന സത്രാജിത്ത് അന്ന് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അന്ന് വാക്ക് കൊടുത്തിട്ടില്ല, തരില്ല എന്ന് പറയുക മാത്രമല്ല മറ്റൊരാൾക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ശതധന്വാവ് എന്ന് പറയുന്ന യാദവന് സത്യഭാമയെ വിവാഹ നിശ്ചയം ചെയ്തു. പിന്നിപ്പോൾ ആ വിവാഹം നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ തൻ്റെ ഉള്ളിലുള്ള പശ്ചാത്താപം അത് സത്യമാണ്, വെറും നാടകമല്ല, അഭിനയമല്ല. താൻ ഭഗവാനോട് തെറ്റ് ചെയ്തു, ഭഗവാനെ ശരിക്കും മനസ്സിലാക്കിയില്ല, അതുകൊണ്ട് അതിനുള്ള പ്രതിവിധി ഭഗവാനും സത്യഭാമയ്ക്കും ഇഷ്ടമുള്ള രീതിയിൽ സത്യഭാമയെ ഭഗവാന് വിവാഹം കഴിച്ചു കൊടുക്കുക തന്നെയാണ് നല്ലത്. അതിൻ്റെ പേരിൽ ശതധന്വാവ് പിണങ്ങുമായിരിക്കും, അത് ഞാൻ സഹിച്ചോളാം. എന്തായാലും മകളുടെ ഇഷ്ടവും നടക്കും, ഭഗവാനെ പ്രീതിപ്പെടുത്താം, താൻ ചെയ്ത അപരാധത്തിന് അത്യന്തം ഒരു പ്രായശ്ചിത്തവുമായി ജനങ്ങളെല്ലാം തന്നെ അക്സെപ്റ്റ് ചെയ്യും. എന്തുകൊണ്ട്? ഭഗവാന്റെ ബന്ധുവായി കഴിഞ്ഞു, ഇത്രയും വലിയൊരു ത്യാഗം ചെയ്തു. മറ്റൊരാൾക്ക് വിവാഹം വാഗ്ദാനം ചെയ്തിരിക്കുന്ന തൻ്റെ മകളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഭഗവാന് വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ ജനങ്ങളെല്ലാം സത്രാജിത്തിനെ ബഹുമാനിക്കും. ഭഗവാന്റെ ബന്ധുവാവുകയും ചെയ്തു. ഭഗവാന്റെ അമ്മായി അച്ഛൻ അല്ലേ, നല്ലൊരു സ്ഥാനവും കൂടി കിട്ടി. അപ്പോൾ പിന്നെ ഭഗവാനോടുള്ള സ്നേഹം ഭഗവാന്റെ അമ്മായി അച്ഛനോടും ജനങ്ങൾ കാണിക്കും. അപ്പോൾ അദ്ദേഹം ചെയ്ത തെറ്റിന് അത്യന്തം നല്ലൊരു പ്രായശ്ചിത്തമായി. അതാണ് അദ്ദേഹം ചിന്തിച്ചത്. അതാണ് സോനുദ്യായൻ തദേവാഘം ബലവത് വിഗ്രഹാകുലഃ കഥം മൃജാമ്യാത്മരജഃ പ്രസീദേദ്വാച്യുത കഥം. സോനുദ്യായൻ തദേവാഘം ബലവത് വിഗ്രഹാകുലഃ കഥം മൃജാമ്യാത്മരജഃ പ്രസീദേദ്വാച്യുത കഥം. സോ അനുധ്യായൻ തത് ഏവ അഘം ബലവത് വിഗ്രഹാകുലഃ. ബലവത് വിഗ്രഹാകുലഃ എന്ന് പറഞ്ഞാൽ ബലവാനുമായിട്ടുള്ള വിഗ്രഹം അഥവാ കലഹം, അതിൽ ആകുലനായിട്ട് ബലവാനായ കൃഷ്ണനുമായിട്ട് താൻ ഒരു കലഹമുണ്ടാക്കിയിരിക്കുന്നു, ഒരു ശത്രുത ഉണ്ടാക്കിയിരിക്കുന്നു, ബലവാനെ നിന്ദിച്ചിരിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നോട് പ്രതികാര ബുദ്ധി ചിലപ്പോൾ ഉണ്ടായാലോ, എന്നും തന്നെ ശത്രുവായി കണ്ടാലോ എന്നിങ്ങനെ ആകുലഹ ചിന്തിച്ചവനായിട്ട് സഹ സത്രാജിത്ത് തത് അകമേവ അനുധ്യായൻ താൻ ചെയ്ത അപരാധത്തെ, പാപത്തെ തന്നെ നിരന്തരം ചിന്തിച്ചുകൊണ്ട് എപ്പോഴും ചിന്തിക്കുന്നവനായിട്ട് ആത്മരജഃ കഥം മൃജാമി. ആത്മരജഃ, എൻ്റെ ഈ രജസ്സിനെ, എൻ്റെ ഈ അഴുക്കിനെ, ഞാൻ ചെയ്ത ഈ പാപത്തിനെ കഥം മൃജാമി, എങ്ങനെ മാർജനം ചെയ്യാം, എങ്ങനെ എനിക്ക് കഴുകിക്കളയാം, ഈ പാപം, ഈ പാപക്കറ എങ്ങനെ കഴുകിക്കളയാം എന്ന് അദ്ദേഹം ചിന്തിച്ചു. അച്യുതഃ കഥം വാ പ്രസീദേ, എപ്രകാരമായാൽ അച്യുതൻ എൻ്റെ നേരെ പ്രസാദിക്കും, അച്യുതനെ പ്രസാദിപ്പിക്കണം, എൻ്റെ ഉള്ളിലുള്ള പാപക്കറ കഴുകിക്കളയണം. ഇങ്ങനെ ചിന്തിച്ചു എന്നർത്ഥം. മാത്രമല്ല ബലവാനുമായിട്ടുള്ള വിഗ്രഹത്തിൽ കലഹത്തിൽ ആകുലനുമായിരുന്നു. കിം കൃത്വാ സാധുമഹ്യം സ്യാദ് ന ശപേദ്വാ ജനോ യദാ അദീർഘദർശനം ക്ഷുദ്രം മൂഢം ദ്രവിണലോലുപം. കിം കൃത്വാ സാധുമഹ്യം സ്യാദ് ന ശപേദ്വാ ജനോ യദാ
അദീർഘദർശനം ക്ഷുദ്രം മൂഢം ദ്രവിണലോലുപം കിം കൃത്വാ മഹ്യം സാധു സ്യാത്. കിം കൃത്വ എന്ത് ചെയ്തിട്ടാണ് മഹ്യം എനിക്ക് സാധു നല്ലത് ഉണ്ടാവുക, നന്മ ഭവിക്കുക. അപ്പൊ എനിക്ക് നന്മ ഭവിക്കാൻ ഞാൻ എന്തു ചെയ്യണം? യഥാ ജനഃ അദീർഘദർശനം ക്ഷുദ്രം ദ്രവിണലോലുപം മാം ന ശപേത്. എപ്രകാരമായാൽ ജനങ്ങൾ, ഇവിടെയുള്ള ഈ പുരത്തിലെ ദ്വാരകയിലെ ജനങ്ങൾ അദീർഘദർശനം, ദീർഘദർശി അല്ലാത്തവനായ വിവേകമില്ലാത്തവനായിട്ടുള്ളവനും ക്ഷുദ്രം അല്പനും നീചനുമായവനും ദ്രവിണലോലുപം സമ്പത്തിൽ എപ്പോഴും ആസക്തിയോടുകൂടിയവനും ധനത്തിൽ ആസക്തിയുള്ളവനുമായിരിക്കുന്ന എന്നെ ന ശപേത് ശപിക്കാതിരിക്കും, അഥവാ വെറുക്കാതിരിക്കും. എന്നെ വെറുക്കുകയും എന്നെ ശപിക്കുകയും ചെയ്യരുത് ഈ ജനം. അപ്പൊ ഞാൻ ചെയ്തത് ഇന്ന കാരണങ്ങളാണ് എന്ന് അദ്ദേഹത്തിന് തന്നെ തിരിച്ചറിയുന്നുണ്ട്. അദീർഘദർശനനാണ്, ക്ഷുദ്രനാണ്, ദ്രവിണലോലുപനാണ്. സ്വയം പശ്ചാത്തപിക്കുകയാണ്. ദീർഘദർശനമില്ലാത്തവനും അല്പനും നീചനും ധനലോഭിയുമായിരിക്കുന്ന എന്നെ ജനങ്ങൾ വെറുക്കാതിരിക്കണം, ശപിക്കാതിരിക്കണം, ഞാൻ എന്തു ചെയ്യണം എന്നിങ്ങനെ ചിന്തിച്ചു. അദ്ദേഹത്തിനൊരു തീരുമാനമായി. എന്താ? ഏറ്റവും നല്ല ഉപായം ഇതാണ്, എൻ്റെ മകളെ തന്നെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കുക. ദാസ്യേ ദുഹിതരം തസ്മൈ സ്ത്രീരത്നം രത്നമേവ ച ഉപായോയം സമീചീനഃ തസ്യ ശാന്തിർന ചാന്യഥാ. ദാസ്യേ ദുഹിതരം തസ്മൈ സ്ത്രീരത്നം രത്നമേവ ച ഉപായോയം സമീചീനഃ തസ്യൈ ശാന്തിർന ചാന്യഥാ. സ്ത്രീരത്നം ദുഹിതരം രത്നമേവ ച തസ്മൈ ദാസ്യേ. തസ്മൈ കൃഷ്ണായ ദാസ്യേ, ദാസ്യേ ദദാമി. ആ സ്ത്രീരത്നം ആരാണ്? സ്ത്രീരത്നം, സ്ത്രീരത്നമായ സ്ത്രീകളിൽ വെച്ച് ശ്രേഷ്ഠയായ ദുഹിതരം എൻ്റെ മകളെ, പുത്രിയെയും ദുഹിതാവിനെയും രത്നമേവച്ച് ആ സെമന്തകം എന്ന രത്നത്തെയും തസ്മൈ ദാസ്യേ അച്യുതനായിക്കൊണ്ട് ഞാൻ കൊടുക്കും, കൃഷ്ണനായിക്കൊണ്ട് കൊടുക്കും. അയം സമീചീനഃ ഉപായഃ. ഇതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉപായം, ഏറ്റവും നല്ലതായിട്ടുള്ള മാർഗം ഇതാണ്. കൃഷ്ണനെ അനുനയിപ്പിക്കാൻ, ജനങ്ങളുടെ വെറുപ്പെല്ലാം മാറ്റാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം ഇതാണ്. മകളോടുകൂടി രത്നത്തെ അദ്ദേഹത്തിന് തന്നെ കൊടുക്കുക. അപ്പൊ തൻ്റെ ദ്രവിണലോലുപത്വവും ക്ഷുദ്രതയും അദീർഘദർശനവും എല്ലാം മാറിക്കിട്ടും. അങ്ങനെ ഇതാണ് സമീചീനഃ ഉപായഃ. അന്യഥാ തസ്യ ശാന്തിഹീന ച. അന്യഥാ മറ്റു പ്രകാരത്തിൽ തസ്യ ശാന്തിഹി, ഈ ഒരു താൻ ഉണ്ടാക്കി വെച്ച അല്ലേ ഒരു ആപത്തിന്, ഒരു സംഘർഷത്തിന്, ഒരു പ്രശ്നങ്ങൾക്ക്, കലഹങ്ങൾക്ക് ഒന്നിനും ശാന്തി ഉണ്ടാവില്ല. ഇത് പലതിൻ്റെയും തുടക്കമായിരിക്കും. ചിലപ്പോൾ തൻ്റെ നാശത്തിൻ്റെയും മറ്റു പലതിൻ്റെയും തുടക്കമാകാം. അതുകൊണ്ട് അതാവരുത്. എല്ലാ കലഹങ്ങളും ശമിക്കണം, എല്ലാ വൈരാഗ്യങ്ങളും അസ്തമിക്കണം, ജനങ്ങൾ തന്നെ വെറുക്കാതിരിക്കണം, കൃഷ്ണൻ തനിക്ക് ശത്രുവായിരിക്കരുത്. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവുമാകട്ടെ എന്ന് കരുതി അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് തയ്യാറായി. അതാണ് ഉപായോയം സമീചീനഃ. ഇതാണ് ഉത്തമമായിട്ടുള്ള ഉപായം. തസ്യ ശാന്തിർ നച അന്യത. വേറൊരു പ്രകാരത്തിൽ ഇതിനൊരു ശാന്തി ഉണ്ടാവില്ല. താൻ എന്തു തന്നെ ചെയ്താലും വേണ്ട പോലെ ആവില്ല. അപ്പൊ ഉചിതമായിട്ടുള്ള ഇതാണ് എന്ന് തൻ്റെ മകളോടുകൂടി രത്നത്തെയും ഭഗവാന് കൊടുക്കുക. ഏവം വ്യവസിതോ ബുദ്ധ്യ സത്രാജിത് സ്വസുതാം ശുഭാം മണിം ച സ്വയമുദ്യമ്യ കൃഷ്ണായോപജഹാരഃ. ഏവം വ്യവസിതോ ബുദ്ധ്യ സത്രാജിത് സ്വസുതാം ശുഭാം മണിം ച സ്വയമുദ്യമ്യ കൃഷ്ണായോപജഹാരഃ. ഏവം വ്യവസിതഃ ബുദ്ധ്യാ. ബുദ്ധി കൊണ്ട് വിചാരം ചെയ്ത്, ഏവം വ്യവസിതഃ ഏവം നിശ്ചിതഃ ഇങ്ങനെ നിശ്ചയം ചെയ്തു. നിശ്ചയം ചെയ്തവനായ സത്രാജിത്ത് ശുഭാം സ്വസുതാം മംഗള സ്വഭാവമുള്ള
കല്യാണിയായ തൻ്റെ മകളെ സത്യഭാമയെ, അതുപോലെ മണിം ച, ആ രത്നത്തെയും ശമന്തകമണിയെയും സ്വയം ഉദ്യമ്യ, താൻ തന്നെ എടുത്തിട്ട്, താൻ തന്നെ ഉദ്യമിച്ചുകൊണ്ട് കൃഷ്ണായ ഉപജഹാര, കൃഷ്ണനായിക്കൊണ്ട് ഉപഹാരം ചെയ്തു. ആശ്ചര്യം, സന്തോഷം. ഇതാണ് വേണ്ടിയിരുന്നത് എന്ന് പറയാം. അപ്പൊ സത്യഭാമയെ കൃഷ്ണന് കൊടുക്കാൻ ആദ്യം മനസ്സില്ലാതെ ശതധന്വാവിന് നിശ്ചയം ചെയ്തിരുന്ന ആ ഒരു ഇതിനെ മാറ്റിമറിക്കാനായിട്ട് ഒരു സ്യമന്തകം വന്നു ഇടയിൽ. സ്യമന്തകം വന്നതുകൊണ്ടാണ് അല്ലേ ഇപ്പോൾ സത്യഭാമയ്ക്ക് ഭഗവാനെ പ്രാപിക്കാനായിട്ട് കഴിഞ്ഞത്. സ്യമന്തകമില്ലായിരുന്നെങ്കിൽ സത്യഭാമയെ ശതധന്വാവിന് തന്നെ കൊടുത്തേനെ. അപ്പൊ സത്യഭാമ ഭഗവാനെ ശരിക്കും ഭജിക്കുന്നുണ്ട്, ഭഗവാനെ തന്നെ വേണമെന്നുള്ള ആഗ്രഹമുണ്ട്. അത് ഭഗവാൻ കേട്ടിട്ടുണ്ട്. ഭഗവാൻ അതിനുള്ള വഴികളൊക്കെ ഒരുക്കിയതാണ് ഈ ഒരു വളഞ്ഞ വഴിയിൽ കൂടെ അല്ലേ, ഈ സമന്തകത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമന്തക നിമിത്തമായിട്ട് സത്യഭാമയെ താൻ വീണ്ടെടുത്തു. ഭഗവാന്റെ കാരുണ്യം, ഭഗവാൻ അല്പകാലം കുറച്ച് ചീത്തപ്പേരൊക്കെ ഉണ്ടായാലും അതെല്ലാം ശുഭപര്യവസായിയായി. അങ്ങനെ ഇദ്ദേഹം സത്യഭാമയെ കൊണ്ടുകൊടുത്തപ്പോൾ ഭഗവാൻ വിധിപ്രകാരം വിവാഹം ചെയ്തു എന്ന് പറയുന്നതാണ് അടുത്ത ശ്ലോകം. താം സത്യഭാമാം ഭഗവാൻ ഉപയേമേ യഥാ വിധി ബഹുഭിർയാജിതാം ശീലരൂപൗദാര്യ ഗുണാന്വിതാം. താം സത്യഭാമാം ഭഗവാൻ ഉപയേമേ യഥാവിധി ബഹുഭിർയാജിതാം ശീലരൂപൗദാര്യ ഗുണാന്വിതാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ, നാരായണ 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 നാരായണ. അപ്പൊ ഈ സത്യഭാമ എങ്ങനെയുള്ളവളാണെന്ന് രണ്ടാമത്തെ വരിയിൽ പറയുന്നു. ബഹുബിർ യാചിതാം ശീലരൂപ ഔദാര്യ ഗുണാന്വിതാം താം സത്യഭാമാം. ബഹുബിർ യാചിതാം, ഒരുപാട് പേര് യാചിച്ചവളാണ് ഈ സത്യഭാമ. സത്രാജിത്തിനോട് വന്ന് പലരും വിവാഹം ചോദിച്ചിട്ടുണ്ട്, ഈ മകളെ തരുവോ, ഈ മകളെ തരുവോ എന്ന്. അപ്പോ ദ്വാരകാപുരിയിലെ എന്താ പറയുക, ഏറ്റവും നല്ല സുന്ദരി, എല്ലാ ഗുണങ്ങളും തികഞ്ഞവളും ആയിരിക്കും ഒരു പക്ഷേ സത്യഭാമ അല്ലേ. രുക്മിണി വിദർഭ ദേശത്തുനിന്ന് വന്നതാണ്. അപ്പൊ ഈ ദേശത്ത് തന്നെ ഉള്ളവളാണ് സത്യഭാമ. മുമ്പ് മധുരാപുരിയിലും ഇപ്പോ ദ്വാരകാപുരിയിലും. അപ്പൊ മിസ് മധുര, മിസ് ദ്വാരക ഒക്കെ ആയിരുന്നു സത്യഭാമ. ആ സത്യഭാമയെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അതിൽ ഒരാൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നു, ശതധന്വാവിന്. അങ്ങനെയുള്ള ശീലം കൊണ്ട്, രൂപം കൊണ്ട്, ഗുണങ്ങളെല്ലാം, ഔദാര്യ ഗുണങ്ങളെല്ലാം അന്വിതയായിരിക്കുന്നവൾ. അപ്പോ ശീലം, നല്ല സൗശീല്യം, എല്ലാ നന്മകളും തികഞ്ഞവൾ അല്ലേ. ആരോട് എങ്ങനെ പെരുമാറണം, ഏത് സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണം, എന്തൊക്കെയാണ് ഒരു കന്യകയുടെ ധർമ്മങ്ങൾ, ഇതെല്ലാം അറിഞ്ഞ് പെരുമാറുന്നവളാണ് സുശീല, നല്ല ശീലഗുണമുള്ളവൾ. രൂപസൗന്ദര്യം, അത് ഏറ്റവും സുന്ദരിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും യാചിച്ചത്. അങ്ങനെ അതുപോലെ ഔദാര്യം എന്നുള്ളത് വിശാല മനസ്സാണ്, എല്ലാവരെയും സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും ഉള്ളതായിട്ടുള്ള മനസ്സ്. അങ്ങനെയുള്ള ഗുണങ്ങൾ, എല്ലാ നല്ല ഗുണങ്ങളും കൊണ്ടും അന്വിതയാണ്, ചേർന്നവളാണ്, എല്ലാ യോഗ്യതകളും തികഞ്ഞവളായിരിക്കുന്ന ആ സത്യഭാമയെ താം സത്യഭാമാം ഭഗവാൻ യഥാവിധി ഉപയമേ, ഭഗവാൻ വിധിപ്രകാരം ഉപയമിച്ചു. വിവാഹം മുഹൂർത്തം നിശ്ചയിച്ച് വിവാഹ കാര്യങ്ങൾ മുതിർന്നവരുടെ എല്ലാം അനുവാദത്തോടെ, സമ്മതത്തോടെ, അനുഗ്രഹത്തോടെ, പൂജ ഹോമാദികളൊക്കെ ചെയ്തുകൊണ്ട്, ദാനധർമാദികളൊക്കെ ചെയ്തുകൊണ്ട്,
ബ്രാഹ്മണർക്ക് ദക്ഷിണാദികളും വസ്ത്രങ്ങളും ഭോജനവും എല്ലാം കൊടുത്തുകൊണ്ട്, അതാണ് യഥാവിധി എന്ന് പറയുന്നത്. അപ്പോൾ വിധിപ്രകാരം വേണ്ട പോലെ സത്യഭാമ ഭഗവാൻ വിവാഹം നടന്നു. ഭഗവാൻ ആഹ ന മണിം പ്രതീക്ഷാമോ വയം നൃപ തവാസ്താം ദേവഭക്തസ്യ വയം ച ബലഭാഗിനഃ. ഭഗവാനാഹ ന മണിം പ്രതീക്ഷാമോ വയം നൃപ തവാസ്താം ദേവഭക്തസ്യ വയം ച ബലഭാഗിനഃ. ഭഗവാൻ ആഹ, ഭഗവാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ന മണിം പ്രതീക്ഷാമോ വയം. ഇവിടെ നൃപ എന്നുള്ളത് പരീക്ഷിത്ത് രാജാവിനെ ശ്രീശുക ബ്രഹ്മർഷി സംബോധന ചെയ്യുന്നതാണ്. അപ്പോ ന മണിം പ്രതീക്ഷാമോ വയം, വയം മണിം ന പ്രതീക്ഷാമഹ, ഞങ്ങൾ മണി ആഗ്രഹിക്കുന്നില്ല, സമന്തകമണി വേണ്ട, അതൊഴിവാക്കിക്കോളൂ. തവാസ്താം, തവാസ്താം അങ്ങയുടേതായി തന്നെ ഇരിക്കട്ടെ. ദേവഭക്തസ്യ, അങ്ങല്ലേ ദേവഭക്തൻ, അങ്ങല്ലേ സൂര്യദേവനെ തപസ് ചെയ്ത് അങ്ങയ്ക്ക് കിട്ടിയതല്ലേ. അപ്പൊ അങ്ങയുടെ തപസ്സിന്റെ ഫലമായി കിട്ടിയതായിട്ടുള്ള, അങ്ങയ്ക്ക് മമതയുള്ളതായിട്ടുള്ള ആ രത്നം തീർച്ചയായിട്ടും അങ്ങയ്ക്ക് അത് വളരെ പ്രിയപ്പെട്ടതാണ്. അതിപ്പോ അങ്ങ് ഇങ്ങനൊരു സന്ദർഭത്തില് ത്യജിക്കാൻ തയ്യാറായതാണ് എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ ആവശ്യമില്ല, അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, അങ്ങ് കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ്. തവ ആസ്ഥ ദേവഭക്തസ്യ. ഇനി വയം ച ബലഭാഗിനഃ, ഞങ്ങൾ അതിന്റെ ഫലം അനുഭവിക്കുമല്ലോ. അങ്ങയുടെ കയ്യിലുണ്ടെങ്കിലും ഞങ്ങൾക്കതിന്റെ ഫലം കിട്ടും. കാരണം അങ്ങേക്ക് ആകെ ഒരു മകളേ ഉള്ളൂ, സത്യഭാമ. ആ സത്യഭാമയുടെ ഭർത്താവാണ് ഞാൻ. അപ്പൊ അവൾക്ക് എന്ത് കിട്ടിയാലും അത് എനിക്കും പ്രയോജനം തന്നെയാണ്. ഞങ്ങളൊക്കെ തന്നെയാണ് അതിന്റെ ഫലം അനുഭവിക്കുന്നവർ. അങ്ങയുടെ മകളായ സത്യഭാമയും ഞാനും തന്നെയാണ് അതിന്റെ ഫലം അനുഭവിക്കുക. ഇനി വയം എന്നുള്ളതിന് ഞങ്ങൾ ദ്വാരകാവാസികൾ എല്ലാവർക്കും അതിന്റെ ഫലം ഉണ്ടാവും എന്നും കൂടി സൂചന. അപ്പൊ എന്തായാലും അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, അങ്ങാണത് സൂക്ഷിക്കാൻ യോഗ്യൻ. ഞങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹം, ബലം എല്ലാം ഉണ്ടാവും, ഉറപ്പാണ്, ഞങ്ങൾ ബലവാക്കുകളായിരിക്കും എന്ന് പറഞ്ഞ് മണിയെ തിരിച്ചു കൊടുത്തു. രമണിയെ മാത്രം സ്വീകരിച്ചു. അല്ലേ, സത്യഭാമ എന്ന ആ ദേവിയെ മാത്രം ഭഗവാൻ വിവാഹം കഴിച്ചു, അവളെ എടുത്തു. അങ്ങനെ വിവാഹം ഗംഭീരമായി നടന്നു എന്നുള്ളത് പറഞ്ഞു. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ സ്യമന്തഗോപാഖ്യാനം നാമ ഷട്പഞ്ചാശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഇനി അടുത്ത അധ്യായത്തിലും ഈ സമന്തകമണിയുടെ കഥ തന്നെയാണ്. ഇതുകൊണ്ട് ഈ സമന്തകമണി സത്രാജിത്തിന്റെ കയ്യിൽ വെച്ചപ്പോൾ ഉണ്ടാകുന്ന ആപത്ത്. ഏതൊരു ശതധന്വാവിന് സത്യഭാമയെ കൊടുക്കാം എന്ന് സത്രാജിത്ത് വാഗ്ദാനം ചെയ്തിരുന്നുവോ, അത് നടന്നില്ലല്ലോ. അപ്പോൾ നിരാശനായി, ശത്രുതയിലായി ശതധന്വാവ് തൻ്റെ വിഷമം തൻ്റെ കൂട്ടുകാരോട് പങ്കുവെച്ച് കാണും. അക്രൂരനും കൃതവർമാവും ശതധന്വാവിൻ്റെ കൂട്ടുകാരാണ്. അവരോട് തൻ്റെ വിഷമം പറഞ്ഞു. എന്നെ വഞ്ചിച്ചു, സത്രാജിത്ത് എന്നെ വഞ്ചിച്ചു. സത്രാജിത്ത് എനിക്ക് വാഗ്ദാനം ചെയ്ത സത്യഭാമയെ കൃഷ്ണന് കൊടുത്തു എന്ന് പല പ്രാവശ്യം ആവലാതി പറഞ്ഞു കാണും. തനിക്ക് കൃഷ്ണനെ നേരിടാനുള്ള ശക്തിയില്ല, സത്യഭാമയെ തട്ടിക്കൊണ്ടുവരാനുള്ള ശക്തിയൊന്നുമില്ല. ഇപ്പം എന്താ ചെയ്യുക എന്നിങ്ങനെ വളരെയധികം നിരാശനായി വിഷണ്ണനായപ്പോൾ ആ ശതധന്വാവിനെ ഭഗവാന്റെ ഇച്ഛ കൊണ്ടായിരിക്കണം, ഭഗവാന്റെ നിശ്ചയം തന്നെയാണ് അക്രൂരനും കൃതവർമാവും കൂടി
ഒരു പാപകർമ്മത്തിന് പ്രേരിപ്പിച്ചു. ഏതായാലും സത്യഭാമ പോയി, അത് പോട്ടെ. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ രത്നം ഉണ്ട്, മണിയുണ്ട്, അത് നീ സ്വന്തമാക്കണം, അത് നിനക്ക് ചേരേണ്ടതാണ്. അതിന് നീ സത്രാജിത്തിനെ അയാൾ ഉറങ്ങിക്കിടക്കുമ്പോൾ കൊന്നുകളയോ എന്തെങ്കിലും ചെയ്തിട്ട് തട്ടിക്കൊണ്ട് പൊക്കോളൂ. അതെങ്കിലും നിനക്ക് കിട്ടട്ടെ, നിന്റെ ദുഃഖം മാറാനായിക്കൊണ്ട് എന്നിങ്ങനെ കൂട്ടുകാർ ഇങ്ങനൊരു ദുരുപദേശമാണ് ചെയ്തത്. അതിൻ്റെ ദുരന്ത കഥകളാണ് പിന്നീട് വരാനിരിക്കുന്നത്. നമുക്ക് വൈകുന്നേരം നോക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. വൈകുന്നേരം നോക്കാം. ഹരി ഓം.